ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ പെയിൻറ്റിങ് ബൂത്താണ് ഉണ്ടാക്കുന്നത്. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നടക്കും നോക്കാം. അപ്പോൾ ഗൈസ്, അതുണ്ടാക്കാം. അപ്പോൾ ഗൈസ്, ഗാരേജ് നമ്മൾ പൊടി തട്ടാൻ വേണ്ടി ഊരി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഗാരേജ് ഇങ്ങനെയുണ്ട്. ഫുൾ മറ്റേ ഷെഡ് പൊളിച്ചില്ല, ഇവിടെ ഉണ്ട്. അവിടെ ഇങ്ങനെ മണ്ണ് കെട്ടിക്കും. അപ്പോൾ അതൊക്കെ തുടച്ച് മാറ്റാനും നമ്മൾ വണ്ടിയൊക്കെ ലോക്കറിലിട്ടുണ്ട്. പിന്നെ ഗൈസ്, അത് വണ്ടി മെക്കാനിക് ചെയ്യാൻ ഗാരേജ്. അപ്പോൾ ഗൈസ്, അവിടെ ഈ മാഷ് അങ്ങോട്ട് നീക്കി കഴിഞ്ഞാലേ അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എടുക്കാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചാണ്. അപ്പം നമ്മളുടെ വണ്ടികളൊക്കെ ഞാൻ എവിടെയാന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മളെ എല്ലാ വണ്ടിയും ഇവിടെ ഉണ്ട്. ഇത്തിരി ഇരുട്ടാണ് സംഭവം. നമ്മളുടെ മോൺസ്റ്റർ കാർ അതിൻ്റെ ഉള്ളിലുണ്ട്, ബോട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്, ഹമ്മറും ഇവിടെ കുറച്ച് വണ്ടി. അപ്പം ഗൈസ്, നമ്മൾ ഈ സൈക്കിളായിരിക്കും നമ്മൾ പെയിൻറ്റിങ് ബൂത്തിൽ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ അപ്ഡേഷനൊക്കെ വരും കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു സൈക്കിളാണ്. ഇതിൻ്റെ കളറ് മറ്റേ മുട്ടായി മേടിക്കുമ്പോൾ കൂടെ കിട്ടൂലേ ഒരിത്. അപ്പോൾ അത് മേടിച്ചപ്പോൾ ഉണ്ടായതാണ് ഗൈസ്. നമ്മുടെ ലെജൻഡിൻ്റെ ബസ്സൊക്കെ ഇവിടെ ഉണ്ട്. ജയൂര് എല്ലാ ബസ്സും ഇവിടെയൊക്കെ ഉണ്ട്. നമ്മളെ ജീപ്പൊക്കെ ഉണ്ട്. എല്ലാ വണ്ടിയും ഇതിൻ്റെ മേലൊക്കെ ഒന്നിയൊക്കെ ഇതിൻ്റെ അപ്പുറത്തോട്ടേക്ക് ആയിട്ടായിരിക്കും. മാരുതി 800 നമ്മൾ കാണുന്നുണ്ടോ? ഇതാണ്. അപ്പോൾ ഗൈസ്, നമ്മളിത് അടയ്ക്കാം. ഗൈസ്, മെയിൻ കാര്യത്തിലേക്ക് വരും. അപ്പോൾ ഗൈസ്, ഈ ഒരു വലിയൊരു പെട്ടിയിലാണ് നമ്മൾ ഇതാക്കണത്. പെയിൻറ്റിങ് ബൂത്ത് ഒക്കെ ചെയ്ത് തരുമ്പോൾ ചെറുതാക്കിയിട്ടായിരിക്കും. അപ്പോൾ ഗൈസ്, ഇത് ഇത്തിരി ഹൈറ്റ് കിട്ടാൻ ബാറ്ററി എടുക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ പെയിൻറ്റിങ് ബൂത്ത് ചെയ്യാനുള്ള പെട്ടി. ആകത്തിരി ഉണ്ടാവുള്ളൂ, ചെയ്ത് വരും തന്നെ. അപ്പോൾ നമുക്ക് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പെട്ടി തുറക്കാം. നമുക്ക് ഗൈസ്, ഇതൊക്കെ വടിയും ഈ സൈഡും അപ്പുറത്തെ സൈഡും മാത്രം മതി. അപ്പുറത്തെ ഒന്നും വേണ്ട. അതുകൊണ്ട് ഗൈസ്, നമ്മൾ അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് കാണാനുണ്ടാവില്ല, ഇവിടെ ആയിട്ടാണ്. നല്ല പാടാണ്. നല്ല കാർത്തിക നല്ല മൂർച്ച ഉണ്ടായതുകൊണ്ട് വലിയ സീനില്ല. അതുപോലെ ഇതൊക്കെ ഇവിടെ ഒന്ന് ചെയ്യാം. ഈ ബാക്കി കാർബോർഡ് ഇല്ലേ ഗൈസ്, നമ്മൾ കളയില്ല കേട്ടോ. നമ്മൾ പുതിയ വണ്ടി ഇറക്കാനുള്ളപ്പോൾ ഇതാക്കണം. നമ്മള് പെയിൻറ്റിങ് ബൂത്ത് ഗൈസ് ഇവിടെ ഒന്നല്ല വെക്കുന്നത്. ആൾക്കാർ വെച്ച് കഴിഞ്ഞിട്ട് ഇതാക്കി കാണിച്ചു തരാം. സീക്രട്ടാണ്, ഞാൻ വലിയ സീക്രട്ടൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെയുള്ളൂ. കൈ നല്ല വേനെടുക്കുന്നുണ്ട് ഗൈസ്. കൈ പോയി, തളരൂല. അയ്യോ, ഇവിടെ തിരിയുള്ളൂ.
നമുക്ക് അവരുടെ ചെയ്തു പെയിന്റിംഗ് ബൂത്ത് നമ്മൾ ആദ്യത്തെ ഉള്ള സ്ഥലം അവിടെ പെട്ടെന്ന് ഇതാക്കാനൊന്നും പറ്റില്ല. നമുക്ക് ലൈറ്റിൻ്റെ കുറേ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അവിടെ ഉണ്ടാക്കുന്നില്ല. പിന്നെ അവിടെ പെയിൻ്റ് ആവാനും നിലത്തൊന്നും ആവാൻ പാടില്ല. അപ്പോൾ ഇതാകുമ്പോൾ പെയിൻറ്റിങ് ബൂത്ത് ആയതുകൊണ്ട് ഇത് പെട്ടിൻ്റെ മേലെ എത്ര കൊള്ളായാലും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഗൈസ് ആരും പേടിക്കേണ്ട, ഫോണ് ഇതെടുക്കുമ്പോൾ വീണ് വരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു പീസ് ഉണ്ടോ ഗൈസ്, ഈ ഒരു പീസ് നമ്മൾ മാറ്റിയാണ്. നമ്മൾ ഇത് സൈഡിലുള്ള സാധനം കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുന്നില്ല ഗൈസ്, ഈ കത്രിക കുറേ ഉപയോഗിച്ച് വരുമ്പം ഗൈസ് ഇവിടെ കണ്ടോ തയമ്പ് വരും, പിന്നെ മുറിവാകും, സീനാവും. അപ്പം നമ്മൾ കത്രികയൊക്കെ സൂക്ഷിച്ച് കട്ട് ചെയ്യണം ഗൈസ്. ഈ പീസ് മാറ്റി നമുക്ക് ഈ ഒരു പീസ് ഇതിൽ ഗൈസ് ക്യാമറകൾ എത്ര കിട്ടുമോ അറിയില്ല, വലിയ കാർഡ്ബോർഡ്. ഇത്രയും വലിപ്പമുണ്ട് പെയിൻറ്റിങ് ബൂത്തിന്. നമുക്ക് ഇത് 2 കഷ്ണവും ഇവിടെ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുന്നതെന്ന് കാണിച്ചുതരാം. ഒട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യാം. ക്യാമറ വിളിക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇത്തിരി തേക്കാം. ടാസ്ക്കാണ് സംഭവം. കൈ വെച്ച് ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നു. അതുപോലെ ഇപ്പോൾ ഹാർഡുള്ള എന്തെങ്കിലും വെക്കണം. അപ്പം അതിന് നമ്മൾ ഈ ഒരു ഗാരേജിൽ നമ്മൾ ഈ ഒരു ബാറ്ററി ഇട്ട് ഇവിടെ വെക്കുന്നു. അത് സെറ്റാകുമ്പോൾ അപ്പോൾ ഗൈസ് ഇതൊക്കെ ഒട്ടിച്ചിട്ട് അപ്പോൾ ഗൈസ് ഇത് ഒട്ടിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ആ കഷ്ണം ഒട്ടിച്ച് നമുക്ക് നടുവിൽ ഒത്തിരി ഒട്ടിക്കാം. നടുവിൽ നമ്മൾ ഇതിൻ്റെ മേലെ ഒത്തിരി വശിക്കണം. എല്ലായിടത്തും ആവണം കേട്ടോ ഗൈസ്. പെയിൻ്റ് അടിക്കുമ്പോൾ വെള്ളമൊക്കെ തെറിക്കാൻ വേണ്ടി ഉള്ള സംഭവം. ഇത്ര ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ആക്കുക. ഇതാകുമ്പോൾ എല്ലായിടത്തും ആവും. ഇത് മതിയോ? നമ്മളിവിടെ ഒട്ടിക്കുന്നു. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടി വേറൊരു സംഭവം. അപ്പോൾ വെച്ച് അപ്പം
ആവാത്ത ഭാഗത്തിരി ചതച്ച് കൊടുക്കുക. അപ്പം അതായിക്കോളും. നമുക്ക് ബാക്കി വരുന്ന നമുക്ക് ഇവിടെ ഇട്ടിച്ച് നമ്മൾ പശ കളയരുത്. ചെറുതായിട്ട് ഇതിരങ്ങനെ വെച്ച് നോക്കാം. പശ തീരെ നല്ല നിറച്ചാണല്ലോ. നല്ല കുറച്ച് നിറച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ആക്കും. അപ്പോൾ ഗൈസ് ഇവിടെയുമായി നമ്മളങ്ങനെ ഇവിടെയും പടി മുട്ടിച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പെയിൻറ്റിങ് ബൂട്ടൊക്കെ സെറ്റാക്കി. ഇനി നമ്മൾ ഒരു റിങ് ഉണ്ടാക്കണം. ഇങ്ങനെ തിരിക്കാനും ഒക്കെ ചെയ്യാൻ. അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളിത് സെറ്റായി എന്ന് വിചാരിക്കുന്നത് കൊണ്ട് നമ്മളിവിടെ 2 വട്ടം എടുത്തിന് കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇത് ഒട്ടിക്കണം. ഒട്ടിക്കുന്നതിന് മുന്നേ ഒന്ന് തുളയിടട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ തുളയിടാൻ നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ സ്ക്രൂ ഡ്രൈവർ എത്തി ഓട്ടാക്കണം. വൈസ് കണ്ടു ഓട്ടയാക്കി. നമുക്ക് സാധാ പോലെ പശ തേക്കുന്നു. ഇവിടെ ഒന്ന് ഇതാക്കി ഇതിൽ വെച്ചിട്ട് നമ്മൾ കറക്കുന്ന ടൈപ്പ്. അപ്പോൾ ഗൈസ് ഇവിടെ ഒട്ടിക്കൽ സ്പീഡൊക്കെ ചെയ്ത് കിട്ടി. അപ്പോൾ ഗൈസ് ഉണക്കാൻ വയ്ക്കുന്നു. ഇതിലാണ് ഗൈസ് കളി. ഇതിന് മുമ്പ് എൻ്റെ കയ്യിൻ്റെ കിട്ടി. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഒരു സ്ക്രൂ എടുത്തുകൊണ്ട് നമുക്കിത് ടൈറ്റ് ആക്കാനും ലൂസാക്കാനും. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കുന്നൊരു സെറ്റപ്പ് ഇല്ല ഗൈസ്, അതാണ്. അപ്പോൾ ഇത് വിചാരിക്കുന്നു ഇതുകൊണ്ട് പറ്റുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ ഈ ഓട്ടയിൽ കൂടെ കയറ്റുന്നു.
അപ്പോൾ ഗൈസ് ഇങ്ങനെ കയറ്റുന്നു, അതിനെ കയറ്റുന്നതിന് മുന്നേ ഗൈസ് ഇതിൽ തുളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളൊരു നടു ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ നല്ലോണം ആക്കുന്നു. ഈ ബാക്കിൽ ഒന്നും നോക്കിയിട്ട് പ്ലീസ്. ബേക്കിൽ ഒന്നുമില്ല. അതോടെ ബാറ്ററി വെക്കുന്നു, ഇവിടെയും ഒന്ന് വെക്കുന്നു, ഇവിടെ അങ്ങനെ കയറ്റുന്നു. അപ്പോൾ ഇവിടെ പുറത്തൊന്നുണ്ട്, ഇവിടെ ഇടയിൽ തന്നെ കയറ്റിയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എഴുതിയിട്ട് നെറ്റ്. അപ്പോൾ ഗൈസ് ഇവിടെ കയറ്റുന്നു. ഓട്ട വലുതാക്കുന്നു ഗൈസ്. അപ്പോൾ ഓട്ട വലുതാക്കാൻ നമ്മൾ ഇവിടെ ഇതാക്കുന്നു, അതിലാക്കാം. അപ്പോൾ ഗൈസ് ഇത് ഇതിലിടാം. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ ഒരു പ്രശ്നമായി ഗൈസ്, വാഷർ ഇടാൻ ഞാൻ മറന്നു, പിന്നെ ഊരേണ്ടി വന്നു. അങ്ങനെ നമ്മളിങ്ങനെ ഊരി വാഷർ ഇതാ ഗൈസ്. വാഷർ കൊടുത്ത് ഗൈസ് അടിയിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞെട്ടിട്ട് വെക്കട്ടെ. കറക്കാനുള്ളത് കൊണ്ട് ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ കറക്റ്റാണ്. ഗൈസ് ഞെട്ടിട്ടുണ്ട് കയറില്ല, നമ്മൾ പ്ലാൻ ബി. അപ്പോൾ ഗൈസ് നല്ല ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ അതൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഇപ്പോൾ സാധനം നമ്മളിങ്ങനെ വെക്കുന്നു, പെയിൻ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ തിരിക്കുക, അതാണ് സംഭവം. ഇനി ഗൈസ് ഇവിടെ ലൈറ്റ് ഒന്ന് വെക്കണം, പെയിൻ്റ് അടിക്കുമ്പം ലൈറ്റ്. അപ്പോൾ ഗൈസ് ലൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഗാരേജ് മാജിക്കിൽ വരുത്താൻ പോവാണ്. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും കണ്ടടിച്ചോ? അയ്യോ ഗൈസ് അവർക്ക് ഡ്രാമ ഗൈസ് നമ്മൾ പണ്ടത്തെ ഗാരേജ് പോലെ ആക്കിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് പനിയാണ്, അതുകൊണ്ട് ചെറിയ സൗണ്ടിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളുടെ ഉമ്മിയും ജിപ്സിയും മോൺസ്റ്റർ ട്രക്കും JCB ഒക്കെ അവിടെ ഉണ്ട്. നമ്മളുടെ 800ഉം ബോട്ടൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഒക്കെ പഴയതുപോലെയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സൈക്കിളായിരിക്കും കണ്ടോ ഗൈസ്, ഈ സൈക്കിൾ ഉണ്ടോ, അതിൻ്റെ പെയിൻറ് ഫെയ്ഡ്, അത് നമ്മൾ പെയിൻറ്റിങ് ബൂത്തിൽ ഫുള്ള് സെറ്റാക്കി പണിഞ്ഞിറക്കും. അപ്പോൾ ഗൈസ് ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ് ഗൈസ്. ജീവകനാണ്, ജീവകൻ ഫോക്കസ് ഗൈസ്. ഇതാണ് സൈഡിൽ AMG എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, V12 എഞ്ചിൻ. ഗൈസ് ഇതും ഇൻ ചൈന,
നമ്മൾ നോക്കണ്ട, നമ്മൾ ഓടിക്കുന്നു. അയ്യോ ഗൈസ്, നല്ല ഫാസ്റ്റാണ് വണ്ടി ഉണ്ടോ. ഗൈസ് നമ്മൾ ഇതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇത് ഇത് പുതിയ വണ്ടി കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ കൊണ്ടുവയ്ക്കുകയാണ്. ഇതൊക്കെ അവിടെ തന്നെ നിൽക്കാല്ലേ. അപ്പോൾ ഗൈസ് ലൈറ്റ് എങ്ങനെ വെക്കുന്നത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ലൈറ്റിന് ഗൈസ് നമ്മൾ ഈ ഒരു ലൈറ്റ് ഇല്ല ഗൈസ്, ആ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ ലൈറ്റ് എടുക്കില്ല, നമുക്ക് ഓരോ ഒബ്ജക്റ്റിലേക്ക് ആവശ്യം വരും. അപ്പം ഞാൻ ഗൈസ് ഇതിൽ കുറച്ച് കലാവിരുദ്ധമൊക്കെ ചെയ്ത് SSG സമർ ശങ്കർ ഗരേജ് അവിടെ പെയിൻറ്റിങ് ബൂത്ത് ആയതുകൊണ്ട് ചെറുങ്ങനെ കലാവിരുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മിന്നലിൻ്റെ ചിഹ്നം അപ്പുറത്തുപടിയും ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളില്ലേ ഗൈസ് ഇത് സെറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തായിരിക്കും നല്ല ഉണ്ടാവുക. അപ്പോൾ ഗൈസ് ഈ റിങ് എന്തിനാ അറിയാം ഗൈസ്, അത് ഞാൻ വെക്കുമ്പോൾ കാണിച്ചുതരാം. എടുക്കട്ടെ ഗൈസ്, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് കാണിക്കാം. ഇത് ഫിറ്റ് ആയതുകൊണ്ട് ഗൈസ് ഇങ്ങനെ പെയിൻ്റ് അടിക്കാൻ പറ്റും. ഇങ്ങനെ ഇത്തിരി വെളിച്ചത്തോട്ട് അയ്യോ. അപ്പോൾ ഗൈസ് ഇതങ്ങനെ ഓരോ ഒബ്ജക്റ്റിലും നമുക്ക് പെയിൻ്റ് അടിക്കാം. ബാക്കോട്ട് നമ്മൾ ഈ റിങ് തിരിക്കുമ്പോൾ ഓരോ പെയിൻ്റ് അടിക്കാം. പിന്നെ ഗൈസ് ഇതിലേക്ക് വണ്ടി കയറ്റാനും ഇറക്കാനും ഒത്തിരി ടാസ്ക്കാണ്. അടി തട്ടും. ഒന്നിനെ നിങ്ങൾ നോക്കണ്ട, അത് കയറൂല ഗൈസ്. കാണിച്ചുതരാം. ഓവർ ഇതാക്കിപ്പോയി, ലോവർ ചെയ്തുപോയി. എന്ത് തട്ടുക ഇതിലെ കയറ്റി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. കയറില്ല, നമ്മളപ്പം പൊന്തിച്ചുണ്ടായിരുന്നു. നമുക്ക് ആ ലൈറ്റ് എടുക്കാം. അയ്യോ, അപ്പം ഇതിൻ്റെ മേലേക്ക് ലൈറ്റ് അവിടെ ഊരാം. അപ്പം അത് ഊരുന്ന എങ്ങനെയാണെന്ന് കാണിച്ചാൽ, അപ്പം നമ്മൾ ക്യാമറത്തിൽ ഹൈറ്റ് വെക്കുന്നു. ഗൈസ് നമ്മളവിടെ ഊരുമ്പോൾ ഇത്തിരി ടാസ്ക് ആയിരിക്കും. നമ്മൾ ആ ഊരുന്ന എന്താ ഗൈസ്, ഊരുന്ന എന്തിനാ അറിയോ, അവിടെ ബാറ്ററി തീർന്നു പോവുക. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വെക്കുക. അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റിങ് ബൂത്ത് എപ്പോഴും ഉപയോഗിക്കില്ലല്ലോ, ഇത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഗൈസ് കറണ്ടിൻ്റെ ആക്കാൻ പോവുക. ബാറ്ററിയിൽ അത് വർക്കാവുക. ഗൈസ് ബാറ്ററി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്യുന്ന അവിടെ ആയിട്ടാണ്. ഇവിടെ നമ്മൾ അവിടെ നോക്കുമ്പോൾ കത്തും. ആ ഒരു വെളിച്ചാണ്, അതുകൊണ്ട് ബാറ്ററി വേഗം തീരുന്നില്ല. അതുകൊണ്ട് ഇത് റീചാർജ് ചെയ്യാൻ പറ്റില്ല ബാറ്ററി, അതിൻ്റെ സെറ്റപ്പ് നമ്മളുടെ കയ്യിലില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതാ ഗൈസ് നമ്മളുടെ ഈ ലൈറ്റ് ഇത് സൈക്കിളിൽ വെക്കുന്നതാണ്. ഇവിടെ ചാർജിങ് പോർട്ട് 3 മോഡുണ്ട്. ഒന്നിങ്ങനെ നല്ല പ്രകാശം,
ഒന്ന് ഡിമ്മ്, പിന്നെ ഇങ്ങനെ മിഞ്ഞി മിഞ്ഞി കത്തും. അപ്പോൾ നമ്മൾ ഓരോ ഒബ്ജക്റ്റിന് ഇതിങ്ങനെയും ഇങ്ങനെയൊക്കെ നിൽക്കാം. അപ്പോൾ കണ്ടോ സുപ്രയിലേക്ക് അടിച്ച് അപ്പം അങ്ങനെ ഓരോ ഒബ്ജക്റ്റിലാക്കാം. അത് ഊരുന്ന കാണിച്ചത് ഇനി നമ്മൾ അപ്പം ലൈറ്റ് ഇത്തിരി ഇങ്ങോട്ടാക്കാം. അതിന് മുമ്പ് ഇത് ഊരണം. അയ്യോ. അപ്പോൾ ഗൈസ് നമ്മളുടെ സ്ഫടികം ബസ്സിൻ്റെ ഫോട്ടോ നമ്മൾ തൽക്കാലം ഇതിപ്പോൾ മുടക്കുന്നു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്രെയിം ചെയ്ത് വെക്കണം. അപ്പോൾ ഗൈസ് ഇത് സിമ്പിളാണ്, ഇങ്ങനെ എടുക്കാനേ ഉള്ളൂ. ഇത് കണ്ടോ ഗൈസ്, ഇതിങ്ങനെ പൈപ്പിന് കണക്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ അവിടെ വെക്കും. അതുപോലെ നല്ല സ്ട്രോങ്ങാണ്, പെട്ടെന്ന് ഊരി വരില്ല. അതുപോലെ ഗൈസ് നമ്മളിവിടെ നമ്മളെ ഗാരേജിന് വരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്കെയിലാണിത്. അപ്പോൾ ഈ സ്കെയിലും അവിടെ നിന്നാണ് നമ്മളപ്പോൾ തിരിച്ച് അവിടെ തന്നെ ലോക്ക് ചെയ്ത് അവിടെ തന്നെ വെക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളത് ഉരുന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളുടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ബാറ്ററി പോയി. ഇൻസുലേഷൻ ടാപ്പൊക്കെ ആവശ്യം വരും. അതിവിടെ ഊരി വെച്ചാൽ കിട്ടാൻ ആവശ്യം വരുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ലാമ്പില്ലേ ബാറ്ററിയിലും വർക്ക് ചെയ്യുന്ന, നമ്മൾക്ക് റീചാർജ് ചെയ്യുന്ന അതിലത്തെ ലാമ്പ് കേടായപ്പോൾ ഞാൻ അതിൻ്റെ ലൈറ്റ് ഞാൻ അതിലേക്ക് ഫിറ്റ് ചെയ്ത്, അത്രയേ ഉള്ളൂ. ഓരോ ടാപ്പ് അളക്കുമ്പോൾ ഞാൻ കുറേ ഇങ്ങനെ വട്ടം ടാപ്പ് ചെയ്തിച്ചിന്. നമ്മളിവിടെ അങ്ങനെ ഒട്ടിച്ചൊക്കെ ആവശ്യം വരും. അപ്പോൾ ഗൈസ് ഇതൊക്കെ അയച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഒക്കെ അയച്ചെടുത്ത്, അയ്യോ അപ്പോൾ അതങ്ങനെ എടുത്തുണ്ട്. ഇത് വെക്കുമ്പോൾ ഒക്കെ നോക്കണം ഗൈസ്, ഷോൾഡറിന് കിട്ടും. അപ്പം ഈ അച്ഛൻ നമ്മൾ മാറ്റുന്നു. ഇതും സഹിക്കേണ്ടതാട്ടോ ഗൈസ്, ലൈറ്റ് ഇതും സഹിക്കേണ്ടതാണ്. ആ പൊട്ടിപ്പോയിപ്പം നമ്മൾ ഇങ്ങനത്തെ ഓരോ സാധനത്തിന് ആവശ്യം വരും. ഇവിടെ വേസ്റ്റായ സാധനമൊന്നും കളയൂല, എന്തെങ്കിലും ആവശ്യത്തിന് വരും വിചാരിച്ചുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ വെക്കുന്നു. ഡബിൾ ടാപ്പ് എടുത്തിട്ട് അത് ഒട്ടിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് നമ്മൾ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഇത് ഊരാണ്. ഊരുന്നതിൻ്റെ മുന്നേ അതിൽ കൂടി പോകണ്ടെന്ന് നോക്കണം. നമ്മൾ പൊളിക്കുകയാണ്. പൊളിക്കാൻ എന്താ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മൾ നേരെ അടിയിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അടിയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണക്ഷൻ കൊടുത്ത് നോക്കിയൊക്കെ ലൈന് മേലെ കൂടിയാ പോകുന്നത്. ഇതൊരു മോഡ്, ഇത് വേറൊരു മോഡ്. ഗൈസ് മോഡൊന്നല്ല കേട്ടോ, ഞാൻ ഈ ബാറ്ററിയിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ളതാ. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലായിടത്തും വെളിച്ചം കിട്ടുന്നുണ്ടല്ലേ ഗൈസ്. ഞാൻ വിചാരിച്ചു വലിയ ലൈറ്റ് വെക്കേണ്ടിയിരുന്നു, കുഴപ്പമില്ല. നമുക്ക്
കണക്ഷൻസ് ചെയ്യുന്ന നോക്കാം. അയ്യോ, തല തിരിഞ്ഞിട്ടൊട്ടിച്ച് വെറുതെ അല്ല. ഓക്കെ, ഇപ്പം സെറ്റ് ഉണ്ട്. ഇങ്ങനെയുണ്ട് സംഭവം. തിരിച്ചരിഞ്ഞാലും പ്രശ്നമില്ല. ഇതൊക്കെ ഒട്ടിച്ചിട്ട് വയറിങ്ങിൻ്റെ പണി ഏകദേശം അവിടെ കൊടുത്ത് നോക്കല്ലേ ഗൈസ്. ഇത്രയും നീളം വേണ്ട, ഇത്രയും നീളം വേണ്ട, നമുക്ക് കുറയ്ക്കാം. ഇപ്പം നോക്കി നോക്കാം. നമ്മൾ ഓരോ സ്റ്റേജ് നോക്കുമ്പോൾ കത്തുണ്ടോ ഇല്ലയെന്ന് നോക്കണം, ഇല്ലെങ്കിൽ സോൾഡറിങ് കിട്ടുമോ, അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടാവും. അപ്പം കുഴപ്പമില്ല, നല്ലോണം വർക്ക് ഉണ്ട്. ഇനി നമുക്ക് വയറ് കട്ട് ചെയ്യാം. നമ്മൾ ഇത്തിരി ഇങ്ങോട്ട് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് അയ്യോ, ഷോർട്ടാവുമെന്ന് പേടിയുണ്ട്. ഞാൻ കട്ട് ചെയ്തത് മിസ്റ്റേക്ക് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. മിസ്റ്റേക്ക് ആയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഇങ്ങനെ നല്ലോണം കയറ്റിയിട്ടുണ്ട്. ഈ 2 ലൈന് ചുവപ്പ് പോസിറ്റീവും വൈറ്റ് നെഗറ്റീവും. പിന്നെ നമ്മൾ ഇതും വരുത്തിക്കണം. അപ്പോൾ ഒന്ന് വരുത്തി നമുക്കൊന്ന് ചുറ്റാം. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഈ ബാറ്ററിയിലല്ല കൊടുക്കുക, നമ്മൾ ക്ലോക്കിലിടുന്ന ബാറ്ററി ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഒരു കേസ് എടുത്തുകൊണ്ട് അതിലാണ് കേസിൽ ബാറ്ററി ഇടുന്നു. നമ്മൾ ഒരു ബാറ്ററിയിൽ വെക്കാൻ ടാസ്ക്കാണ്. നെഗറ്റീവും പോസിറ്റീവും ഇതിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ 2 വയറും കൂട്ടിമുട്ടരുത്, അപ്പോൾ ഇത് ബോംബാവും. കൈയും പോയി കാലും പോയി. അപ്പം നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ആദ്യം കത്തുണ്ടോ, വോൾട്ടേജ് പ്രശ്നമുണ്ടോ. അപ്പം ഇത് താങ്ങില്ല എന്നാ തോന്നുന്നു ഗൈസ്. മടി നോക്കി നോക്കാം, കത്തില്ല. ഇതിലൊന്ന് വെച്ച് നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതിൽ കത്തുണ്ട്. എനിക്കൊന്നും അതിൽ പ്രശ്നമുണ്ടെന്ന് ഒന്നും പടി. അയ്യോ, ഗൈസ് കത്തുണ്ട്.
ഇതിലാണോ പവർ? ഇതിലാണോ പവർ? ദാറ്റ്സ് എ ഡൗട്ട്. ഇതിലല്ലേ പവർ? അപ്പം ഇതിൽ പവർ ഇല്ല. അപ്പം നമ്മൾ 9 വോൾട്ട് തന്നെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ദൂരുന്നു. 9 ഇതിൽ കൊടുക്കാല്ലേ ഗൈസ്? ഇത്തിരി വോൾട്ടേജ് കുറവാണെങ്കിലും നമ്മളിതൊന്ന് കൂട്ടി നോക്കട്ടെ ഗൈസ്. ഇത് ഞാൻ തുളയ്ക്കുന്ന വീഡിയോ എൻ്റെ നിന്ന് പോയി. അപ്പോൾ ഗൈസ് നമ്മളിവിടെ സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തുളത്തുണ്ട്. നമ്മളപ്പം മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യണം. അതിൻ്റെ ഒപ്പം തുളയ്ക്കാൻ സ്ക്രൂ എടുത്തിട്ടുണ്ട്. അപ്പം മാർക്ക് ചെയ്യാം. അവിടെ മാർക്ക് ചെയ്ത് എടുത്തുണ്ട്. അപ്പോൾ ഗൈസ് ഉടൻ തുളക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഉറപ്പ് വരുത്താൻ ഒന്നുകൂടി ഇവിടുന്ന് തുളയ്ക്കുന്നു. അപ്പോൾ ഇവിടെയും തുളച്ചിരിക്കുന്നു. അപ്പം ഫിറ്റ് ചെയ്യാം. അപ്പം ലൈറ്റ് ഓഫ് ആക്കി ഈ സ്ക്രൂയിലെ ഇതിൻ്റെ പുറത്ത് കയറ്റുന്നു. അവിടെ തുളച്ചുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്ക്രൂ നോക്കണം, മിസ്സാവരുത്. അടിയിലും നമ്മൾ സ്ക്രൂ ഇടണം. അടിയിൽ നമ്മൾ ഇട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ട്. ബാക്കി കളിയൊക്കെ സൈഡിൽ നിന്ന്. അതിന് മുമ്പ് നമുക്ക് മൈനസ് സ്ക്രൂ ഡ്രൈവർ വേണം. അത് കൊടുത്തുകൊണ്ട് മൈനസല്ലേ, ആ മൈനസാണ്. നമ്മൾ ഇവിടെയും സ്പോട്ട് ടൈറ്റ് ആക്കണം. ഇവിടെയും സ്ക്രൂ ഇട്ട് പിടിക്കുന്നു. കുറച്ച് ടൈറ്റ് ആക്കിയാൽ മതി. അതുപോലെ ഇവിടെയും ടൈറ്റ് ആക്കുന്നു. രണ്ടും ടൈറ്റ് ആക്കുന്നു. നമുക്ക് കാണില്ല അല്ലേ? ഇവിടെ രണ്ടുമാണ്. ഇവിടെ നമ്മൾ മാന്തി പൊളിച്ച് ഒരു പ്രശ്നമുണ്ട്. നമ്മള് കണക്ഷൻ കൊടുത്തില്ല. എന്താ ചെയ്യാ? കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ കൊടുത്തതിൻ്റെ ശേഷമാണ് നമ്മളിത് വെക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കണക്ഷൻ എടുത്ത് നമ്മൾ പോസിറ്റീവോടെ നമുക്ക് ഒരു സോളാർ പാനൽ മേടിക്കണം, മിനി. അപ്പോൾ അതിലാകുമ്പോൾ റീചാർജ് ചെയ്യാൻ വരുത്തുന്നു. ഇല്ലെങ്കിൽ ബാറ്ററി വേഗം തീർന്നു.
ഞാൻ ഇതിലേക്ക് ഇടുന്നു ബൾബിൻ്റെ. അപ്പോൾ നമ്മളിവിടെ കയറ്റി ഇതൊന്നും ഇടട്ടെ. അപ്പോൾ നമ്മൾ വയറിങ് 2 പോസിറ്റീവും നെഗറ്റീവും എടുത്ത്, അല്ല പോസിറ്റീവും നമ്മളെ ഈ ലൈറ്റിൻ്റെ പോസിറ്റീവും കൊടുത്തുകൊണ്ട് നമുക്ക് ആദ്യം ടെസ്റ്റ് അടിച്ച് നോക്കാം. ബാക്കിൽ കണക്ഷൻ കൊടുക്കുന്നു. നെഗറ്റീവും ലൈറ്റിൻ്റെയും ബാറ്ററീൻ്റെയും കത്തുന്നു, ഓഫാക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ലാസ്റ്റ് ഇൻസ്റ്റലേഷൻ ഇടാം. അയ്യോ, ഇട്ട് വലിച്ചപ്പോൾ അതിൻ്റെ ഇത് പോയി. അപ്പോൾ നമ്മൾ സ്ക്രൂ ഇടണം, അടിയിലും മേലെയും സെയിം. വേഗം ഞാൻ തീർക്കുക. ഇപ്പോൾ അവിടെ നമ്മൾ ഒരു ഞെട്ടിട്ടി അത് നമ്മൾ ബാക്കിൽ വെക്കുന്നു. അതുപോലെ മറ്റേ നട്ടും ഇടണം. ഇതിൻ്റെ അടിയിൽ ഇവിടെ അടിയിലും മേലെയും ടൈറ്റ് ചെയ്യാം. നമുക്ക് കാണുന്നുണ്ട്. ഞാൻ ഇവിടുന്നും കാണിച്ചുതരാം. അതിന് നമ്മളവിടെ ഇങ്ങനെ വെക്കുന്നു, അടിയിൽ ടൈറ്റ് ആക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ചെയ്യുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോ വരാൻ പോകുന്നു. ഇനി പുതിയ വണ്ടികളൊക്കെ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് മതി. എന്നിട്ട് ക്യാപ്പുള്ള ക്യാപ്പ് ഇടാം. ക്യാപ്പും തലതിരിഞ്ഞു അവർക്ക് ഇവിടെയാണ്. ഇതിട്ട് വലിച്ചപ്പം ചെറുതായിട്ട് ഇതിൻ്റെ കമ്പി പോയിപ്പോയി. കുഴപ്പമില്ല, നമ്മൾ ഇവിടെ ഒട്ടിച്ച് വെച്ച ഓരോ ടാപ്പ് എടുക്കണം. ഇത് ചുറ്റി വെക്കാം.
നമുക്ക് കുറച്ചതി വടിയും മുടിയും പൊളിഞ്ഞു പോകും. അപ്പം അതിന് മാറ്റി വെക്കാം. അപ്പം നമ്മൾ അടുത്ത് ഒട്ടിക്കുന്നു. ഈ വയർ ഫുള്ളായിട്ട് ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാം പരിപാടിയും കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞ് നമ്മൾ വടി മുട്ടിക്കുന്നു, മേലെ ഒട്ടിക്കുന്നു. അപ്പോൾ വടി മുട്ടിക്കുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടച്ച് വെക്കുന്നു. ഇവിടെ ഒത്തിരി വെയിറ്റ് കൊടുക്കണം. അതിന് നമ്മൾ ഈ ബാറ്ററി വെച്ചിട്ട് ഇവിടെ അടച്ച് വെക്കും. അല്ല, നമ്മൾ ഇത് ഇവിടെ വെക്കുന്നു. ഇതിന് നീളത്തിരി ഞാൻ കുറഞ്ഞു. അതിൻ്റെ മേലെ ഇവിടെ ഇങ്ങനെ വെക്കാം. അങ്ങനെ നിങ്ങളുടെ സെറ്റ്. അപ്പോൾ ഗൈസ് ഇത് വെക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ ഗാരേജ് ഇവിടെ പെയിൻറ്റിങ് ബൂത്ത് ഇവിടെ നമ്മൾ ബോർഡൊക്കെ ഒട്ടിക്കും. പെയിൻറ്റിങ് ബൂത്ത് നമുക്ക് അവിടേക്ക് പോവാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഗാരേജിൽ ലൈറ്റ് ഓൺ ആക്കാം. സ്വിച്ച് ഇവിടെയാണ്, ഓണാക്കിയിട്ട് കാണിച്ചത് ഗൈസ്. അവിടെ ഏറ്റ സ്വിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ SS ഗാരേജ്. അതിൻ്റെ മേലെ നമ്മളുടെ ലൈറ്റ്, ഇത് നമ്മളുടെ പെയിൻ്റ് അടിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള സാധനം. പിന്നെ ഗൈസ് ഇവിടെ നമ്മളെ കലാവിരുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. മിന്നലിൻ്റെ സംഭവം ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇവിടെ ഇങ്ങനത്തെ ഓരോ സാധനം ഇവിടെ വെക്കുക. ഇതിൻ്റെ എത്താരും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ എന്തോളൂ. പൊടി വെക്കുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ പെയിൻറ്റിങ് ബൂത്ത് ഇതായിരുന്നു. ഈ ഒരു ചെറിയ സംഭവമാണ്. പെയിൻറ്റിങ് കഴിഞ്ഞു. ഇവിടെ നമ്മൾ ബോർഡൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ. പെയിൻറ്റിങ് ബൂത്ത് കഴിഞ്ഞത് ബൂത്ത് പറയാൻ പറ്റില്ല, വെക്കുന്നൊരു സംഭവം. ഇതിൽ നമ്മളുടെ ഏതാ കളറിങ് നോക്കാം. അപ്പോൾ ഈ ഒരു കളറാണ് ഒന്നിച്ച്. ഇന്ന് ഇവിടെ കാണുന്ന കളറിൽ ഇതാണ് ജിപ്സീൻ്റെ. നമ്മളെ കളറ് ഇതിൽ നോക്കിയിട്ടാണ് അടിക്കുന്നു. മിക്സ് ചെയ്തിട്ടൊക്കെ അടിക്കുന്നു ഇതിൻ്റെ മേലേക്ക്. അപ്പോൾ ഇത് ആവശ്യമുള്ളതാണ്. നമ്മളെ പണ്ടത്തെ ഉണ്ട്. നമ്മളൊരു ഓർമ്മയ്ക്കായിട്ട് ഓർമ്മയായിട്ടല്ല ഇതൊക്കെ ആവശ്യം വരും. അതുകൊണ്ട് ഇവിടെ വെക്കുന്നു. നമ്മൾ ആദ്യം ഇതിൻ്റെ മേലെ ഓരോ സാധനം വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത്. അപ്പോൾ ഇനി ഇതിൽ നമ്മുടെ ഓരോ വണ്ടീൻ്റെ വർക്ക് പെയിൻറ്റിങ് ബൂത്തായാലും പെയിൻറ്റിങ് ബൂത്തല്ല, നമ്മളെന്തെങ്കിലും പെയിൻറ്റ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഇതിലായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓരോ സാധനം ഇത് വെച്ചിട്ട് ചെയ്യും. നമുക്ക് തരത്തിലും ഇത് വെച്ചിട്ടൊന്ന് നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് വെക്കാം. ഞാൻ ഇതിൻ്റെ മേലെ മോട്ടർ വെച്ചാലോ എന്ന് വിചാരിച്ച്. പക്ഷെ നമുക്ക് അതിൻ്റെ ഈ സംഭവം ഉണ്ട്. പക്ഷെ നമ്മളതൊന്ന് വെക്കാൻ പറ്റില്ല. ഗൈസ് നമ്മൾ ഈ സൈക്കിളായിരിക്കും നമ്മളാദ്യം പാർട്സ് ആക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക ഗൈസ്, ഇത് ഊരാൻ നല്ല ടാസ്ക്കാണ്. ഏറ്റവും ടാസ്ക് ഈ സ്റ്റാൻഡ് ഊരാനതിന്. അപ്പം നമ്മളുടെ അടുത്ത വീഡിയോയിൽ ഇതായിരിക്കും. ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യാം. ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എത്രയ്ക്കുള്ളൂ. അപ്പോൾ ബൈ.